പ്ലസ് വണ്ണിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്? വെൽക്കം ടു എജ്യൂപോൾ പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. നിങ്ങൾ പ്ലസ് വണ്ണിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ അത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, SSLC നിങ്ങൾക്ക് 10 സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലസ് വണ്ണിൽ എത്തുമ്പോൾ അത് 6 സബ്ജക്റ്റ് ആയിട്ട് മാറും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം കേട്ടോ. അത് ഈ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, SSLC നിങ്ങൾക്ക് 10 സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ആയിട്ട് മാറും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 6 സബ്ജക്റ്റിൽ ഒന്ന് ലാംഗ്വേജും ഒന്ന് എന്തായിരിക്കും, ഇംഗ്ലീഷും ആയിരിക്കും. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താടാ, ചിലപ്പോൾ അതിൽ ഹിന്ദി, സംസ്കൃതം, അറബി, മലയാളം, ഉറുദു അങ്ങനത്തെ ഒരുപാട് ലാംഗ്വേജുകളുണ്ട്, ഇംഗ്ലീഷും ഉണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി 4 കോർ സബ്ജക്റ്റ് ആണ്, 3 കോർ സബ്ജക്റ്റും ഒരു സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പിന്നെ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോ മാത്സോ പൊളിറ്റിക്സോ ഒക്കെ വരാം. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഇത് 3 മെയിൻ കോർ സബ്ജക്റ്റ്. പിന്നെ സോഷ്യോളജി, ജോഗ്രഫി, സ്റ്റാറ്റി ഒക്കെ മാറി വരാം. നിങ്ങൾ പ്ലസ് വണ്ണിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ വിഷയങ്ങളുണ്ട്, 80 മാർക്കിൻ്റെ വിഷയങ്ങളുണ്ട്. പ്രാക്ടിക്കലുള്ള വിഷയങ്ങളാണ് 60 മാർക്കിൻ്റെ വിഷയങ്ങൾ. കൊമേഴ്സ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്താടാ, പ്രാക്ടിക്കൽ ഒരു വിഷയമാണ്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ജോഗ്രഫി ഒരു പ്രാക്ടിക്കലുള്ള വിഷയമാണ്. അപ്പോൾ 60 മാർക്കിൻ്റെ പ്രാക്ടിക്കലുള്ള വിഷയങ്ങളുണ്ട്, 80 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 80 മാർക്കിൻ്റെ വിഷയത്തിൽ റിട്ടൺ എക്സാമിൽ നിങ്ങൾ 24 മാർക്ക് ഒരു കൊല്ലം നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാൻ പറ്റും. അതായത് 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CE മാർക്കിൻ്റെ സഹായത്തോടു കൂടി പാസ്സാൻ പറ്റും. എന്നാൽ പ്ലസ് 1 പ്ലസ് 2 അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ റിട്ടൺ എക്സാമിൽ, എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക്, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എഴുതുന്ന റിട്ടൺ എക്സാമിൽ മിനിമം മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാൻ പറ്റൂ. അതായത് 80 മാർക്കിൻ്റെ വിഷയത്തിൽ 24ഉം 60 മാർക്കിൻ്റെ വിഷയത്തിൽ ഒരു കൊല്ലം നിങ്ങൾ 18 മാർക്ക് നേടണം. പക്ഷേ പ്ലസ് 1 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ജയിച്ചോ നമുക്ക് മനസ്സിലാവില്ല. പ്ലസ് 2ലാണ് നിങ്ങളുടെ ജയവും തോൽവിയും തീരുമാനിക്കുക. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡബിൾ പാസ് അല്ലെങ്കിൽ 2 ഇയർ പാസ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കുക, ഇംഗ്ലീഷിൽ നിങ്ങൾ പ്ലസ് 1 തന്നെ 80ൽ 48 മാർക്ക്, ശ്രദ്ധിക്കണം, റിട്ടൺ എക്സാമിൽ 80ൽ 48 മാർക്ക് നിങ്ങൾ നേടിയെന്ന് വിചാരിക്കുക. 80ൽ 48 മാർക്ക് നിങ്ങൾ റിട്ടൺ എക്സാമിൽ നേടിക്കഴിഞ്ഞാൽ, 80ൽ 48 മാർക്ക് നിങ്ങൾ റിട്ടൺ എക്സാമിൽ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, പ്ലസ് 1ലും പ്ലസ് 2ലും നിങ്ങൾ ഇംഗ്ലീഷ് പാസ്സായി. അതായത് 2 കൊല്ലത്തേക്കുള്ള 30% മാർക്ക് നിങ്ങൾ പ്ലസ് 1 തന്നെ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, 2 കൊല്ലത്തേക്ക് കൂടി നിങ്ങൾ എന്തായി, പാസ്സായി. അതായത് 80ൽ 48 മാർക്ക് നിങ്ങൾ പ്ലസ് 1 തന്നെ റിട്ടൺ എക്സാം എഴുതി കഴിഞ്ഞാൽ പ്ലസ് 1ലും പ്ലസ് 2ലും നിങ്ങൾ ഇംഗ്ലീഷ് പാസ്സായി. ഇനി നമ്മൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുക്കുകയാണ്, 60ൽ അല്ലെങ്കിൽ ജോഗ്രഫിയോ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോ 60ൽ 36 മാർക്ക് നിങ്ങൾ റിട്ടൺ എക്സാമിൽ, എഴുത്ത് പരീക്ഷയിൽ പ്ലസ് 1 നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, അവിടെ പാസ്സായി. അപ്പോൾ 60ൽ 36ഉം 80ൽ 48 നിങ്ങൾ പ്ലസ് 1 തന്നെ എഴുതി കഴിഞ്ഞാൽ 2 കൊല്ലത്തേക്കുള്ള വിഷയം നിങ്ങൾ പാസ്സായി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം എവിടെയുണ്ട്, പ്ലസ് 1 ഉണ്ട്. അപ്പോൾ പരമാവധി പ്ലസ് 1 പ്ലസ് 2നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ്. പക്ഷേ SSLCയേക്കാൾ ടഫാണ് എന്ത്, പ്ലസ് 1. SSLCയുടെ 3 ഇരട്ടി നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, പ്ലസ് 1 പഠിക്കാനുണ്ട്. SSLCയുടെ 3 ഇരട്ടി എന്ത് ചെയ്യാനുണ്ട്, പ്ലസ് 1ൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ SSLCയുടെ 3 ഇരട്ടി പ്ലസ് 1 പഠിക്കാനുണ്ട്. ആ പ്ലസ് 1ന് 2 ഇരട്ടി നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, പ്ലസ് 2 പഠിക്കാനുണ്ട്. അപ്പോൾ പ്ലസ് 1ൽ തന്നെ അടിപൊളിയായിട്ട് തുടക്കം മുതലേ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാർക്ക് നേടിയെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പ്ലസ് 1ഉം പാസ്സായി, പ്ലസ് 2ഉം പാസ്സായി. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ വർഷം ഹ്യൂമാനിറ്റീസിൽ 66% കുട്ടികളെ ജയിച്ചതെന്ന് വെച്ചാൽ 34% കുട്ടികൾ തോറ്റുപോയി. കൊമേഴ്സിൽ 74% ജയിച്ചത്, 26% കുട്ടികൾ തോറ്റുപോയി. അതിനുള്ള കാരണം അവർ പ്ലസ് 1 പ്രോപ്പറായിട്ട് പഠിക്കാതെ പ്ലസ് 1 ഉഴപ്പിയിട്ട് എല്ലാം അവസാനത്തേക്ക് മാറ്റി വെച്ചപ്പോൾ പ്ലസ് 1ൽ അവർക്ക് പലതും നല്ല മാർക്ക് നേടാൻ കഴിഞ്ഞില്ല, പ്ലസ് 2ലും മാർക്ക് കുറഞ്ഞ് അങ്ങനെ അവർ മൊത്തം തോറ്റുപോയി. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽ നിങ്ങളോട് പറയുന്നത്, പഠിക്കും മക്കളെ, പഠിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ യൂട്യൂബ് ക്ലാസ് കണ്ടാൽ പോരാ. യൂട്യൂബിലൊക്കെ എജ്യൂപോർട്ട് വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ തരൂ. നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, PYQs, ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എജ്യൂപോർട്ടിൻ്റെ ബാച്ചിലൂടെയാണ്. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആകും. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റ് ആകും. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യട്ടോ. ശ്രദ്ധിക്കണേ, ഒന്നെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. ശ്രദ്ധിക്കണേ, ഒന്നുകിൽ നിങ്ങൾ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുക. കാരണം യൂട്യൂബിൽ എജ്യൂപോർട്ട് വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ തരൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും ഫുൾ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള
ക്ലാസ്സുകൾ, PYQs, ഡൗട്ട് ക്ലിയർ ഓപ്ഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, എല്ലാം മെൻറ്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിലാണ്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത കാര്യങ്ങൾ സെറ്റാകും. നമ്മൾ കമൻറ്റ് ബോക്സ് ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യട്ടോ. കമൻറ്റ് ബോക്സിൽ ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അല്ലെങ്കിൽ nafi.ejuports ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചോ. മക്കളെ, നിങ്ങൾ ഇപ്പോൾ +1 തുടക്കത്തിൽ ടീച്ചേഴ്സ് വളരെ കുറച്ച് മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ. കാരണം അലോട്ട്മെൻറ്റിന് ബാക്കിയുണ്ട്, ഒരുപാട് പണികൾ അവർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ നല്ല രീതിയിൽ തുടക്കം മുതൽ കിട്ടണമെങ്കിൽ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാം. മടി കാണിക്കരുത്. പിന്നെ ആവട്ടെ, സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. പബ്ലിക് എക്സാം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും. നിങ്ങൾ പ്രോപ്പറായിട്ട് എഫേർട്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബെസ്റ്റ് മാർക്ക് നേടാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചാണ്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.ejuports എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.